പുലരുമ്പന്നെ എല്ലാവരും ഇളവയിൽ കൊള്ളാൻ കഴിഞ്ഞൊന്നല്ല കേട്ടാ. നമ്മളുടെ ഒരു യാത്ര പോകുന്നു. നമ്മൾ മാത്രമല്ല, വേറെ 2 ഫാമിലിയും കൂടിയുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാമല്ലോ, ഇതുവരെ ഇങ്ങനൊരു യാത്ര നമ്മൾ പോയിട്ടില്ല കേട്ടാ. അടിപൊളി എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയാണ്. കാരണം 3 ഫാമിലി ഒരേ വൈബിലുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ യാത്ര ഉടനീളം നമ്മൾ എൻജോയ് ചെയ്തിരുന്നെന്ന് പറയാം. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. നമ്മളുള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ്. കണ്ടോ, എല്ലാവരും കെട്ടും മുട്ടുമായിട്ട് നിൽക്കുമെന്ന്. എന്ത് കാത്തിട്ട്? നമ്മളെ വണ്ടി കാത്ത് നിൽക്കുമെന്ന്. നമ്മളെവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാൻ്റെ ഒരുക്കത്തിലാണ്. അങ്ങനെ ഇതാ എല്ലാവരും വണ്ടി കാത്ത് നിൽക്കുമ്പോഴാണ് ദേ പോന്ന് നമ്മളെ വന്ദേ ഭാരത്. ഈ വാവിനും സംക്രാന്തിക്കും കാണുന്ന നമുക്കെല്ലാം വന്ദേ ഭാരത് എന്ന് വെച്ചാൽ ഒരു അതിഥി തന്നെയാണ്. ഉടനടി ഫോൺ എടുത്തൊരു വീഡിയോ അങ്ങ് പിടിച്ച്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ ഈ വന്ദേ ഭാരത് കാണാണ്ട്. നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ വന്ന് 2 ചങ്ങായിമാർ നോക്കിയാട്ടെ, ഓ എന്തൊരു ബോസിലാ വീഡിയോ കൊടുക്കുന്നത് കണ്ടുവാ. വന്ദേ ഭാരത് അങ്ങനെ നമ്മളെ പാസ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വന്ന് അങ്ങനെ വയ്യ ഒരു 11 മണിയോടുകൂടി നമ്മൾ മംഗലാപുരം സ്റ്റേഷനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നു അവിടുന്ന് പിന്നെ മൂകാംബികയിലേക്കുള്ള ട്രെയിൻ 2:20 എത്ര നേരം കാത്തു നിൽക്കണം. നമ്മൾ വെച്ച് ഏതായാലും ഫ്രഷെല്ലായി ഒരു ചായയെല്ലാം കുടിച്ച് ഉച്ചക്കത്തെ ചോറെല്ലാം തന്ന് 2 വർത്താനെല്ലാം പറയുമ്പോഴത്തേക്ക് വണ്ടി വരുമായിരിക്കുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെയെല്ലാം ചെയ്യാം. നമുക്ക് വണ്ടി വരുന്നവരെ നമുക്ക് ഇങ്ങനെ സമയം ചെലവഴിക്കാമെന്നല്ല ചർച്ചയിൽ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമെന്ന്. ഈ യാത്ര പോകുന്നതല്ലപ്പാ പണി. അതിനാ കെട്ടും പാണ്ടും എടുത്ത് നടക്കലാന്ന്. വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യുമ്പോൾ എന്നോട് എൻ്റെ പുരം പറഞ്ഞു, നീ എന്നാണ് അവിടെ കുറേ ദിവസത്തേക്കില്ല പോകുമെന്ന്. എത്ര ഇത് വാരിക്കെട്ടിക്കൊണ്ടിരുന്നു. എല്ലാവരും ബാഗ് കണ്ടോ, ഒറ്റ ഒന്ന് അല്ലേ 2 അങ്ങനെ എല്ലാവരും കഴിച്ചുണ്ടാവുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മളാക്കാട്ടി ഇരട്ടി ബാഗ് അവരെല്ലാം കഴിച്ചുണ്ട്. രാജിക്കൊന്നും പൊന്തുന്നതന്നെ ഇല്ല. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു ഭാഗം ഷാജിയാട്ടനും ഒരു ഭാഗം രാജിയും കൂടി ഇത് പിടിച്ചിട്ടാണ് നടന്ന് കൊണ്ടുപോകുന്നത്. കണ്ടോ, അക്കണക്കിന് നമ്മളെല്ലാം 3 ബാഗ് ഓരോ ആളെ കഴിച്ചേ ഉള്ളൂ. അപ്പം നമ്മളെ ലഗേജ് തന്നെ കാണാൻ കുറവ്. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റേഷൻ്റെ അടുത്ത് ചായപ്പീടികയിൽ പോയി ഒരു ചായ എല്ലാം അടിച്ച് പിന്നെ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 2:20 സമയം പാഞ്ഞു പോവുക ഇതിന്. പിന്നെ എന്നാണ് കുറച്ച് ചൂട്. ഇന്ന് നമ്മൾ പോയ ദിവസം ഭയങ്കര ചൂട്. നമ്മളെ കൂടെ ഉണ്ടല്ലോ ആ കണ്ണപുരത്തിലെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അവർ വീഡിയോയിൽ ചെറുങ്ങനെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അവർ വേറെ പോവുകയോ ചെയ്തത്. നമ്മൾ 3 ആൾ മാത്രം ഒന്നിച്ചുണ്ടായിന്. പിന്നെയും കുറച്ച് സമയമുള്ളതുകൊണ്ട് നമ്മൾ കുറേ ഫോട്ടോഷൂട്ട് സ്റ്റേഷനിൽ തന്നെ നടത്തി. അത് കഴിഞ്ഞ് 2:20 വണ്ടി വന്ന് അതിൻ്റെ അകത്ത് കയറി. എല്ലാ വണ്ടിയിലും നമുക്ക് സീറ്റ് കിട്ടിയിരുന്നത് വലിയൊരു ഗുണം. അങ്ങനെ നമ്മളൊരു വൈകുന്നേരത്തോടുകൂടി മംഗലാപുരം കഴിഞ്ഞ് മൂകാംബിക സ്റ്റേഷനിൽ ഇറങ്ങി. ഇറങ്ങിയിട്ടാണ് പിന്നെ പണി. വണ്ടി ആ സ്റ്റേഷൻ അങ്ങ് താഴെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എത്രയാ വണ്ടി നിർത്തിയിട്ടെന്നറിയാം. മൂകാംബികയിലേക്ക് പോകാൻ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് ബസ് ഉണ്ട് നിന്നു. അപ്പോൾ ബസ്സിൽ 4 മണിക്കൂറത്തെ യാത്രയുണ്ട്. ക്ഷീണം പിടിക്കും. അതിലും നല്ലത് നമ്മളെല്ലാവരും കൂടിയിട്ട് ബസ്സിൻ്റെ പൈസയെല്ലാം കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് വണ്ടീൻ്റെ പൈസയെല്ലാം കണക്ക് തന്നെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടി പിടിച്ച് അങ്ങനെ വണ്ടിയിൽ നമ്മൾ മൂകാംബിക ലക്ഷ്യമാക്കിയിട്ട് യാത്ര തിരിച്ചു. എൻ്റെ പൊന്നോ, കാണേണ്ട സ്ഥലം തന്നെ. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നറിയാം. നമ്മളെല്ലാം എത്രയാണ് ഫോട്ടോ എടുത്ത്. മുന്നോട്ട് പോകുന്തോറും നമ്മളെ കണ്ണിനെ കുളിർമയണിയിപ്പിക്കുന്ന കാഴ്ച. എന്തൊരു രസം എന്നറിയാം, പറഞ്ഞറിയിക്കാൻ കഴിയില്ലാട്ടോ അത്. അങ്ങനെ ആടെ കുറേ കഴിഞ്ഞ് നമ്മളെ വണ്ടിക്കാരൻ നമ്മളെ മൂകാംബികയിലെത്തിച്ച്. അവിടുന്ന് റൂമിന് നടന്ന് 3 ദിവസം അടുപ്പിച്ചിട്ട് ലീവായതുകൊണ്ട് നല്ല ജനങ്ങളുണ്ട് കേട്ടോ മൂകാംബികയിൽ. അതുകൊണ്ട് റൂം എല്ലാവരും ഫുള്ളാണ്. അങ്ങനെ വയ്യ ലാസ്റ്റ് പരിധിപ്പിടിച്ച് നമുക്ക് റൂം കിട്ടി. അവിടെ പോയി കുളിച്ച് ജപിച്ച് നമ്മൾ മൂകാംബിക അമ്പലത്തിലേക്ക് അമ്മേനെ കാണാൻ പോകുന്നു. നമ്മളിത് എത്രോട്ടം മൂകാംബികയിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയെന്നറിയാം. പക്ഷേ എന്നിട്ടൊന്നും നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. പണ്ടെല്ലാവരും പറയാറുണ്ട്, നമ്മൾ എത്ര മുൻകൂട്ടി പോകാൻ കഴിഞ്ഞാലും ആടെ നമ്മ വിളിക്കാണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയില്ലാന്ന്. പക്ഷേ നമ്മളിപ്പം അമ്മ വിളിച്ചിന്. അതും മനസ്സ് നിറഞ്ഞ് നമുക്ക് അമ്മേനെ കാണാൻ വേണ്ടി കഴിഞ്ഞതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നല്ല ഒരു അടിപൊളി യാത്രയേനും. അങ്ങനെ നമ്മൾ മനസ്സ് നിറഞ്ഞ് അമ്മേനെ കണ്ട് തൊഴുത്
വലിയ ക്യൂ എല്ലാം ഉണ്ടായിന്. പക്ഷേ എങ്കിൽ പെട്ടെന്ന് ക്യൂ നീങ്ങിപ്പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ലേറ്റായിന്, അടക്കാനായിന്. പെട്ടെന്ന് വേഗോ അങ്ങനെ എന്തോ അവർ വിളിച്ചു പറയുന്നുണ്ടായിന്. പക്ഷെ നമുക്ക് നല്ല ഭംഗിയായിട്ട് അമ്മേനെ കാണാൻ കഴിഞ്ഞ്. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും ഓരോ ആൾ കണ്ടു. എല്ലാവരുടെ കഴിച്ചും പോകണം തന്നെ. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ രാത്രി അങ്ങനെ